ചോദിക്കുകയും ചെയ്തു, രാജേട്ടനെ കണ്ടില്ലല്ലോ. അവൻ പറഞ്ഞു ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ ഷൂട്ടിങ്ങിന് ഭയങ്കര ബിസിയാണ് അദ്ദേഹം. ഇപ്പം പൊക്കി പറയേണ്ട കാര്യമൊന്നുമില്ല, മലയാളത്തിനെക്കാട്ടി കൂടുതൽ തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷും എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. ഈ മലയാളം പടത്തെക്കാട്ടി കൂടുതൽ ഇപ്പം രാജബി വർക്കൗട്ട് ചെയ്യുന്നത് തമിഴ്, മലയാളം, അത് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തെ പരിപൂർണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് പോവുകയല്ല. അവര് ആദ്യം വിളിക്കുന്ന അങ്ങോട്ട് പോകുന്നു, സാമ്പത്തിക ലാഭമുണ്ട്, നമ്മൾ നിശ്ചിത സമയമുള്ളല്ലോ നമുക്ക്. തമിഴില് അതാണ് ആദ്യമായിട്ട് എൻട്രി ചെയ്തത്. ഇല്ല, ആക്ച്വലി എൻട്രി ചെയ്തത് ശിവാജി ഗണേശന്റെ കൂടെയാണ്, നാങ്കൾ. മരിച്ചുപോയ ഹസനിക്കാണ് ഡയറക്ട് ചെയ്തത്, അങ്ങനെ സ്വന്തം പടമാണ്. പക്ഷെ ഹിറ്റായത് സൂര്യനാണ്. നീ ഗർജിക്കുന്ന സിംഹമായിരുന്നല്ലോ തമിഴിലെ ശിവാജി. എൻ്റെ രഘു അതേ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ മലയാളത്തിലെ ഇന്ദ്രജാലത്തിലെ കാർലോസിന് ശേഷം മുടങ്ങാതെ പടങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഹസനിക്ക വിളിക്കുന്നത്. ആരിഫ് പാവം മരിച്ചുപോയി. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, രാജാ ഞാൻ ഹസൻ ആണ്, എൻ്റെ ഒരു പുതിയ പടത്തിൽ. അപ്പം ഈ ഹസൻ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് നിന്നെ സ്ട്രൈക്ക് എല്ലാം കൂടെ. അപ്പം നിന്നെ ഞാൻ പറഞ്ഞു എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞിങ്ങനെ ഇതിലെ മെയിൻ വില്ലനാണ് ഞാൻ. എനിക്ക് തമിഴ് അത്ര വശമല്ല, ഒരു പ്രശ്നമാക്കണ്ട, ഇങ്ങ് വരാൻ പറഞ്ഞു. പിന്നെ പ്രഭു ഹീറോ, രാമായണത്തിലെ ദീപിക, ശ്രീതിയായിട്ട് അഭിനയിച്ച ദീപിക ഹീറോയിൻ. ഞാൻ നടന്ന് പബ്ലിസിറ്റി കൊടുത്തു, ഞാൻ തമിഴ് പടം അഭിനയിക്കാൻ പോകണം. അപ്പോൾ AVM കോർട്ട് എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ഈ ഷൂട്ടിംഗ് നടക്കുന്നത്. അതായത് ശിവാജി ഗണേശൻ സാറ് ആദ്യമായിട്ട് പരാശക്തി അഭിനയിച്ച സെറ്റാണത്. ഉണ്ട്, അതിനുണ്ട്. അപ്പോൾ AVM കോർട്ടിലെ ഈ ഫുൾ ആർട്ടിസ്റ്റുകളും ജൂനിയർ ആർട്ടിസ്റ്റുകളും ഫുള്ള് നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ സൂട്ടും ഒക്കെ ഇട്ട് അതിൻ്റെ വാതിക്കപ്പോട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കി. അപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണദാസൻ സാറിൻ്റെ മോനാണ് അസോസിയേറ്റ് ഡയറക്ടർ. അദ്ദേഹവും മരിച്ചുപോയി, അദ്ദേഹമാണ് അസോസിയേറ്റ്. അപ്പോൾ അദ്ദേഹം എന്നെ കൊണ്ടുപോയി. ഞാനിങ്ങനെ ഞാനിങ്ങനെ നോക്കുമ്പോൾ വളരെ പൊക്കം കുറഞ്ഞൊരു മനുഷ്യൻ ശിവാജി സാറ് ഇങ്ങനെ സെറ്റിൽ കൂടെ നടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകെ വേറൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ്, അതെ ഹസനിക്കായി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. എനിക്ക് കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നുണ്ട്, എനിക്കത് ശരിയാവില്ലേക്കാതെ കുഴപ്പമാവുക. നീ പോടാ അവിടുന്ന്, ആൾക്കാർ ഇത്രയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അഭിനയിക്കണം എന്നും പറഞ്ഞ് അങ്ങോട്ട് കയറി. അപ്പോൾ ഈ എൻ്റെ ഫാദറും ശിവാജി സാറുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അതായത് എൻ്റെ ഫാദർ നടനായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടകം കാണാൻ മദ്രാസിലെ ശിവാജി സാറ് വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് വെള്ളിക്കാസ എന്ന് പറയുന്ന നാടകമാണ്. ആ നാടകം 4 ക്യാരക്ടർ എൻ്റെ ഫാദർ ചെയ്യുന്നത്. അങ്ങനെ ഫാദറിനെ വീട്ടിൽ കൊണ്ടുപോയി ഒരു ഡിന്നറൊക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഞാൻ ഈ കോട്ടിനകത്ത് വെച്ചിട്ടുണ്ട്, കറ്റയ്ക്ക് വീഴിക്കാൻ. ഞാൻ അവിടെ ചെന്നിട്ട് കാലോട്ട് വന്നിച്ച് സാർ, നമ്മ പടത്തിലെ മെയിൻ വില്ലൻ, മലയാളത്തിലെ വിശേഷ ആർട്ടിസ്റ്റ്, ഞാൻ വലിയ ഫോട്ടോ നീതിങ്ങ എടുത്തു. സാർ ഇതോ പടം ഞാൻ കൊടുക്കാം. അവങ്ങനെ അദ്ദേഹം ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട്, ഇത് മിസ്റ്റർ ദേവു, മലയാള ആക്ടർ ദേവു. സാർ അവരുടെ പയ്യനാണ് സാർ. அதோட புள்ளி வீணும். அப்படியா சார், உங்களை பார்த்ததுக்கப்புறம் நான் நர்வஸ் ஆகிறது, எனக்கு நடிக்க முடியாது. ஏன்? நான் ഓർഡിനറി മാൻ, നടിയടാ. അപ്പം ഞാൻ തലേദിവസം കുത്തിയിരുന്നിട്ട് ഈ ഡയലോഗൊക്കെ മലയാളത്തിൽ എഴുതി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിക്കായിരുന്നെങ്കിൽ എനിക്ക് IAS കിട്ടിയായിരുന്നു. അല്ല അതിനൊരു എക്സാമ്പിൾ, മോഹൻലാലിൻ്റെ പടത്തിൽ നമ്മളെല്ലുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഡയലോഗ്സും ഇതൊന്നുമില്ല. എന്നിരുന്നാൽ തന്നെ ഈ മോഹൻലാലിൻ്റെ ചില പടങ്ങളിൽ ലാലിരുന്ന് കുത്തിയിരുന്ന് ഈ സ്ക്രിപ്റ്റ് പഠിക്കുന്നുണ്ട്. ഒരിക്കലും ഞാൻ വളരെ രസകരമായ രീതിയിൽ പറഞ്ഞു, രഞ്ജിത്തിൻ്റെ ഒരു പടമായിരുന്നു. ഞാൻ ലാലെ നീ ഇത് ശരിയായിട്ട് പഠിച്ചിരുന്നത് വല്ല കളക്ടറൊക്കെ ആയിരുന്നു. കാര്യം നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ പ്രൊഫഷൻ അതല്ലേ. അപ്പോൾ അതിനോട് മാക്സിമം രീതി പുലർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ തമിഴ് പടം. ഇപ്പോൾ ഫസ്റ്റ് ഡയലോഗ് എന്നെ ഇങ്ങനെ വിളിക്കും, പിയൂൺ വിളിക്കും ഇങ്ങനെ, രത്നസ്വാമി. പിന്നെ അവിടെ നിന്ന് ട്രാക്കിനകത്ത് ഇങ്ങനെ ചവിട്ടിക്കറിങ്ങി വരികയാണ്. നേരെ വന്ന് കയറി, കുട്ടി വന്ന് കയറി. ഇതിനിടയ്ക്ക് രത്നസ്വാമി മെയിൻ വില്ലനായതുകൊണ്ട് ജഡ്ജി ഒന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ കൈകൊണ്ട് ഓൺ ദി വേ തന്നെ കൈകൊണ്ടിരിക്കാൻ ഞാൻ തന്നെ കാണിക്കും ജഡ്ജിയോട്. ഇങ്ങനെ കാണിച്ച് കയറി ചെന്നിട്ട് ശിവാജി സാറ് വന്ന്
அவன் பேர் என்ன? ரத்னசாமி. ரத்னசாமி என்ன பண்ணுற? வியாபாரம் பண்ணுற. என்ன வியாபாரம் பண்ணுற? சட்ட இடம் കൊടുത്താൽ പുണത്തെ വരെ വാങ്ങി വിൽക്കുന്നത്. നിയമം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ശവം വരെ വാങ്ങി വെക്കും. ഇതാണ് ഡയലോഗ്. എന്താണ് ഇതൊക്കെ പറഞ്ഞു ഞാൻ ഈ വില്യംസ് മീറ്ററും കൊണ്ടൊന്ന് നോക്കാമെന്ന് പറഞ്ഞ്, എടാ ഇയാൾ ഈ ഉഴപ്പി റിഹേഴ്സൽ ചെയ്യുന്ന കണക്കാക്കിക്കൊണ്ട് നീ ഉഴപ്പരുത്, ഈ ടേക്ക് ടൈമിൽ ഇദ്ദേഹത്തിന് ഒരു മാറ്റം ഉണ്ടാവും. ആ മറ്റേ ലൈറ്റ് ഇങ്ങോട്ടിടാം, ഇത് ഇങ്ങോട്ടിടുന്നൊക്കെ പറഞ്ഞ് വില്യംസിൻ്റെ നമ്പർ അങ്ങ് പോയി. ഞാൻ മിസ്റ്റർ രാജൻ ടേക്ക് പോകലാമോ? പോകലാം സാർ. ഹസനക്കല്ല, ഇദ്ദേഹമാണ് എല്ലാം ചെയ്യുന്നത്. ഹസൻ ഓർഡർ ഹസൻ. അപ്പം ബൈപ്പാസ് എല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ്. 9 മണിക്ക് കൃത്യം 9 മണിക്ക് വരും, 12 മണിക്ക് തിരിച്ചു പോകും. ലൈറ്റൊക്കെ ഇട്ട് രഘു, നമുക്കറിയാം ഈ നടൻ അങ്ങോട്ട് വലുതാകുന്നത് നമുക്ക് കാണാം. അത് ശരി. വന്ന് ഈ കോട്ടൊക്കെ വലിച്ച് അങ്ങോട്ട് ഇട്ട് അത് കൊട്ടഞ്ഞ് വന്നപ്പം ഈ ഇത്രയുള്ള ശിവാജി സാറ് വലിയ മനുഷ്യനെ പോലെ എനിക്ക് തോന്നുകയാണ്. വന്ന് കയറിയിട്ട്, ഓ പേരെന്നാ? രത്നസ്വാമി. പാരുങ്ക, രത്നസ്വാമി, രത്നസ്വാമി, ഇവൻ താൻ രത്നസ്വാമി. അതിലൊരു 5-6 അഡീഷണൽ പുള്ളിയുടെ ഭാഗമായിട്ട് ഫിറ്റിങ്. மிஸ்டர் ரத்னசாமி என்ன பண்ணுற? வியாபாரம் பண்ணுற. என்ன வியாபாரம் பண்ணுற? சட்ட இடம் கொடுத்தால் புணத்தை வரை வாங்கி விற்கிற. പുള്ളി ഓ അപ്പടിയാ ഒരു ചിരിയൊക്കെ ചിരിച്ച് ഷോട്ട് കട്ട് ചെയ്ത് പറഞ്ഞാൽ ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് ഞാൻ കരഞ്ഞു പോയി പെട്ടെന്ന്. കാര്യം ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നത് ശിവാജി ഗണേശനാണല്ലോ.